എന്നെ ഉണ്ടല്ലോ സമ്മതിക്കണം കേട്ടോ. നീ ഇപ്പല്ലേ എവിടെ ഇഡ്ഡലി സാമ്പാർ കൂടെ കഴിച്ചത്? നീ ഇപ്പൊ തന്നെ പാല് കുടിക്കണോ? എനിക്കല്ലല്ലോ ചേട്ടാ. പിന്നെ കുഞ്ഞിനാ? ഒന്നും തോന്നണില്ലേ? ഇത് കുഞ്ഞിനൊന്നുമല്ല, ഇത് തള്ളാരോടൊപ്പം തന്നെ. അയ്യോ എനിക്ക് സത്യമായിട്ട് ഒന്നും കഴിക്കണമെന്ന് തോന്നുന്നതേ ഇല്ല. പിന്നെ പറഞ്ഞ പോലെ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? കഴിക്കണം തോന്നില്ലേ? പക്ഷെ നിനക്ക് ആൾക്കാരെ മെനക്കെടുത്തേക്ക് നല്ല തോന്നുന്നുണ്ട്. എന്ത് മെനക്കെടുത്തേന്ന്? പിന്നെ ഇന്നലെ രാത്രി 1:30 എന്നെ നീ ആ ഷിബുവിന്റെ അളിയന്റെ വീട്ടിൽ കയറി മാങ്ങ ഉറപ്പിച്ചതാ മാവി കയറ്റി. അത് പിന്നെ കുഞ്ഞിനും പച്ചമാങ്ങ കഴിക്കണമെന്ന് തോന്നിയിട്ടല്ലേ? ഒരു പച്ചമാങ്ങ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കണത്. ഉപ്പിലിട്ടതല്ല കഴിക്കാൻ തോന്നി, ഇങ്ങനെ മാവിന്ന് പറിച്ച് ഉപ്പും മുളകും കൂട്ടി അങ്ങനെയല്ലേ കഴിക്കാൻ തോന്നിയേ. വല്ലാതെ തോന്നല കിളി നിന്റെ കാര്യം. അത് നിങ്ങൾ പ്രഗ്നന്റ് ആയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെയൊക്കെ തോന്നുന്നു. എന്റെ കൊച്ചത് തത്തേര കൊച്ച മാങ്ങ പച്ച മാങ്ങ തിന്നെ ആണോ? കുളിക്കില്ല അങ്ങനെ. പിന്നെ ഇത് കഴിക്കണതാ വിശപ്പില്ലെങ്കിൽ. അതെ ഇങ്ങനെ പിന്നെ പാല് കളച്ചോളൂ. നീ എവിടെ നോക്കിക്കൊണ്ടിരിക്കണ? നിങ്ങളല്ലേ നീ നോക്കണത്? കണ്ടു നിനക്ക് എന്തോന്ന് പറയാ? പാല് തിളച്ചു കാണുന്ന പിന്നെ നീ ഇങ്ങോട്ടല്ലേ നോക്കിക്കൊണ്ടിരിക്കണത്? ശിവേട്ടനല്ലേ പാല് തിളപ്പിച്ചോണ്ടിരുന്നത്. ഇനിയിപ്പൊ ഞാൻ എന്ത് കുടിക്കും? ഇനി ഞാൻ എന്ത് കുടിക്കുമെന്ന് എനിക്ക് കാല് കുടിക്കാൻ തോന്നിയിട്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ മാങ്ങ പറപ്പിച്ച എന്നെ ദേഷ്യം നിർത്തല്ലേ നിങ്ങള്? നിനക്ക് ഭ്രാന്ത്. നീ കരയണ എന്തിനാണ്? ഓ എനിക്കപ്പ ഭ്രാന്ത്. ശരി, എനിക്ക് മനസ്സിലായി. മനഃപൂർവ്വം എനിക്ക് പാല് വരാതിരിക്കാൻ വേണ്ടിട്ട് പാലെല്ലാം കളഞ്ഞതാണ്. നീ ഇങ്ങോട്ട് നോക്ക്. എന്താ പ്രശ്നം? എന്താ ഇവിടെ കരയുന്നേ? എനിക്കല്ല ചുമ്മാ ഇവിടെ കിടന്ന് കരയണത്. ഒന്നും അല്ല അത്. ഇന്നലെ എനിക്ക് മറ്റേ പച്ചമാങ്ങയില്ലേ അത് കഴിക്കാൻ തോന്നിയായിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ ശിവേട്ടനോട് പറഞ്ഞു, ശിവേട്ടൻ എനിക്ക് പച്ചമാങ്ങ കൊണ്ട് തന്നു. എന്നിട്ട് ഇപ്പൊ അതും പറഞ്ഞ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇപ്പൊ ഇത്തിരി പാല് വേണമെന്ന് പറഞ്ഞോളൂ, പാലെല്ലാം തിളച്ചു കളഞ്ഞു. ഇത്ര പാലേ ഉണ്ടായിരുന്നുള്ളൂ. എന്താടാ ചേച്ചി ഈ പച്ചമാങ്ങ പറിച്ച് ഞാൻ കൊണ്ട് കൊടുത്തല്ലോ, അത് ഇവിടെ പറയണ കാര്യം എന്താണ്? അത് പറഞ്ഞല്ലേ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ചീത്ത വിളിച്ചതിന്റെ ആ പച്ചമാങ്ങ ഷിബുവിന്റെ അവിടെ മേളിൽ കയറി പറിച്ചെന്ന് പറഞ്ഞോണ്ട് തന്നെ ചീത്ത. ഞാൻ ഒന്ന് ചേച്ചി ഇത് ഇന്നലെ രാത്രി 1:30 നടന്ന കാര്യമാണ് ഇവിടെ. ഇവിടെ 1:30 ഇവക്ക് പച്ചമാങ്ങ തിന്നണോ ഇവിടെ? ഞാൻ ചോദിച്ചു ഇവിടെ ഉപ്പിലിട്ട മാങ്ങ ഇല്ല, അത് വേണ്ടേന്ന് ചോദിച്ചപ്പോ ഞാനത് പറഞ്ഞു. എനിക്കല്ല നിങ്ങളുടെ കൊച്ചിനാണ് വേണ്ടത്. എന്നിട്ട് എന്നെ കുറ്റം സമ്മതിച്ചപ്പോ കരയണ എന്തിന്? എടാ നീ രാത്രി 1:30 പച്ചമാങ്ങ പറപ്പിച്ച ദേഷ്യത്തിനല്ലടാ ഈ പാല് കളഞ്ഞത്. ചേച്ചി ഒരുമാതിരി എന്തോന്ന് ചേച്ചി ഇവിടെ ഇത് ആദ്യമായിട്ടാ ചേച്ചി പാല് കളയണത്. അല്ലടാ ഇത് മറ്റേ ഷേർലി ചേച്ചിയുടെ വീട്ടിൽ നിനക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നല്ല കട്ടിപ്പാലായിരുന്നു. കട്ടിപ്പാൽ ഇപ്പൊ പോയത് ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ലല്ലോ. എനിക്കറിയാം അത് മനഃപൂർവ്വം ചെയ്തത്. എനിക്ക് പാല് വേണ്ട. ഓ ഞാൻ അമ്മേനോട് പറഞ്ഞു കൊടുത്താൽ അമ്മ ചിറ്റപ്പ ഒരു ഗ്ലാസ് പാല് തിളച്ചോ എന്ന് പറഞ്ഞ് കരയുന്ന ആളാണ് അപ്പച്ചി. അതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിറകിൽ വേറെന്തോ ഇല്ലേ? വേറെന്ത്? മാമ വഴക്ക് പറഞ്ഞു കാണും. എന്തിന്? ചിറ്റപ്പ എന്തിനുള്ളതെന്ന് ഇവിടെ പ്രസക്തി ഇല്ല. ഈ സമയത്ത് വഴക്ക് പറയാൻ എന്താ ഉദ്ദേശിക്കുന്നെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്റെ ഇരു ചെവികളിലൂടെ ഞാൻ കേൾക്കാം. പ്രഗ്നന്റ് അല്ലേ? ഈ സമയത്ത് അങ്ങനെ വഴക്ക് പറയാൻ പാടുണ്ടാ? പാടില്ലല്ലേ? പാടില്ലല്ലേന്ന് ചിറ്റപ്പ ഇതൊക്കെ ഞാൻ പറഞ്ഞോ? ചിറ്റപ്പന് പോയി ചോദിച്ചൂടി. ഫാമിലി അവരുടെ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ഞാൻ കുറച്ച് നീ ഇല്ലാത്ത കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ നോളജ് ഒക്കെ പഠിച്ചു. അവരുടെ ഫാമിലി മാറ്റർ അല്ലേ, എനിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ലെന്ന്. ചിറ്റപ്പ അപ്പച്ചി ഈ സവർ ഫാമിലി, അപ്പൊ നമ്മളെ എൻഗേജ് ചെയ്യണം. പ്രശ്നങ്ങൾ പരിഹരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കണോന്ന്. പ്രശ്നങ്ങള് പരിഹരിക്കാം. ചോദിര്. ആരെടുത്ത്? ശിവമാമടുത്ത് ചോദിക്കേ. ചിറ്റപ്പ ചെന്ന് മാമടുത്ത് ചോദ്യരി. കാണട്ടെ, ചോദിക്കാം. എന്താടാ നീ സത്യം പറഞ്ഞു ഞങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നില്ലേ? ഇടേ എന്താ നീ കുസുകുസുനാണ് എന്നെ വിളിച്ചത്? അങ്ങോട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും തെറ്റിച്ചിട്ട് എനിക്ക് എന്തിനു കിട്ടാൻ? മനസ്സുഖം തുരുമ്പിറക്കം കൊണ്ടുവന്ന മനസ്സുകൊണ്ടല്ലോ ഞാൻ. അയ്യോ ആ ഒരു മനസ്സുപോലെ ഈ ശംഭു ചിറ്റപ്പനെ തുരുമ്പെടുക്കൂ. ചെന്ന് ചോദിരുതോ അന്തര നീ ഗുണ്ടകളൊക്കെ നടന്നു വരുമ്പോ ആറ്റിറ്റ്യൂഡിനൊക്കെ ഒരു മാറ്റം. ഇയാളെന്തിന് കിളിയെ കരയിപ്പിച്ച്? ഇയാളെന്തിന് കിളിയെ കരയിപ്പിച്ചെന്ന്? എടേ അതല്ലേ പറയട്ട്. എടേ നമ്മളവിടെ നിന്ന് പാല് കച്ചി കൊടുക്കണ്ട, പാല് തിളച്ചു തൂങ്ങി ഇവളൊരു ഒറ്റ കരച്ചില്. അയ്യോ അതൊന്നും അല്ല. അതല്ലേ പിന്നെ തോന്നുന്നു മാമ അപ്പച്ചി മാനസികമായിട്ട് ടോർച്ചർ ചെയ്തു. ഇയാളെന്തിന് ടോർച്ചർ ചെയ്ത് പറ. അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇടേ ഞാനും കിളിയും കൂടെ അവിടെ നിന്ന് പാല് കച്ചിക്കൊണ്ടിരിക്കുന്നു. അടുക്കളയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നു. സംസാരത്തിനിടയിൽ പാല് തിളച്ചങ്ങ് തൂവിയടാ. അപ്പൊ ഇവിടെ ഒരു ഒറ്റ കരച്ചില്. അതല്ലേ സംഭവം, ഞാൻ അതല്ലേ പറഞ്ഞത്. അയ്യോ പച്ചക്കളതരം ചിറ്റപ്പ. പച്ചയല്ല പഴുത്ത കളത്തരം. ഇങ്ങോട്ട് 2-3 കളറും കൂടെ ഉണ്ട്. ഇങ്ങോട്ട് വേണ്ട ഇവിടെ വരെ ഇല്ല. മാമ കയ്യാൻ കളിക്കൊന്നും വേണ്ട. അങ്ങനെയാണ് എനിക്ക് ചിറ്റപ്പനുണ്ട് അല്ലേ? ഈ കൊച്ചിറക്കെ നമ്മളെ തമ്മിൽ അടി കുടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി പറയണമേ.
നീ അവന്റെ ഭാഗം കേട്ടോ നിന്റെ പിറം തല ഞാൻ അടിച്ച് ഞാൻ കീറി കളയാൻ പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടുപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനസ്സ് അത് കിട്ടിയാലോ നിനക്ക്? അയ്യോ അങ്ങനെയൊന്നും ഇല്ല. എടേ, ഒരു കാര്യം പറയാം. ഇനി ഈ കിളിയെ ഇയാൾ ടോർച്ചർ ചെയ്ത ഈ സുമേഷ് ആരാന്ന് ഇയാൾ അറിയാം. നിന്നെ എന്റെ കൈ കിട്ടും ഞാൻ എനിക്ക് ചീത്തപ്പനുണ്ട് പോയാ തലക്ക് സുഖമില്ലാത്ത കുറെ കേട്ടോ